SFIക്കെതിരെ വിമർശനവുമായി CPM നേതാവ് ജി സുധാകരന്റെ കവിത. യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്ന പേരിലാണ് കലാകൗമുദിയിലെ കവിത. SFI എന്ന് നേരിട്ട് പറയാതെ പ്രതീകങ്ങളിലൂടെയാണ് പരിഹാസവും വിമർശനവും വരുന്നത്. നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, ഒരുപാട് കവിതകൾ എഴുതുന്ന വ്യക്തിയാണ് ജി സുധാകരൻ. അപ്പോൾ ഇപ്പോഴത്തെ ഈ പറയുന്ന കവിത SFIക്കുള്ള ഒരു കൊട്ടാണോ, ഒളിയമ്പാണോ? എന്തൊക്കെ വിമർശനങ്ങൾ മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഈ സമ്മേളന കാലയളവിൽ കവിതയായി വരുന്നുണ്ട്? തീർച്ചയായിട്ടും പ്രതീക്ഷ ഒരു ഒളിയമ്പ് അല്ലെങ്കിൽ ഒരു കൊട്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ. പക്ഷേ ഈ കഴിഞ്ഞ 2-ാം തീയതിയാണ് കലാകൗമുദിയിൽ ഇത്തരത്തിലൊരു കവിത ജി സുധാകരൻ എഴുതുന്നത്. പ്രജീഷ് പറഞ്ഞതുപോലെ തന്നെ നിരവധി കവിതകൾ ഇതിനു മുമ്പും പല ഇതിലും എഴുതിയിട്ടുള്ള ഒരാളാണ് ജി സുധാകരൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ എഴുതിയൊരു കവിതയാണ്. പക്ഷേ ഇതിൽ SFI എന്ന സംഘടനയുടെ പേര് നേരിട്ട് പറയുന്നില്ല. പക്ഷേ ഒരു പ്രതീകങ്ങളിലൂടെയും മറ്റുമാണ് ഇത്തരത്തിലൊരു പരിഹാസവും വിമർശനവും ജി സുധാകരൻ എന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ കവിതയുടെ ആദ്യത്തെ വരിയാണ്. ആദ്യത്തെ വരിയിൽ പറയുന്നത്, ഞാൻ നടന്നു പാസിച്ച വിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരാൽ നിറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം ആദ്യത്തെ വരിയിലൂടെ പറയുന്നത്. അപ്പം ആദ്യത്തെ വരിയിലൂടെ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. കാരണം SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റാണ് ജി സുധാകരൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ SFIയുടെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള മുദ്രാവാക്യത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൊടി പിടിക്കാൻ വന്നു കൂടിയവരിൽ കുറ്റക്കാരുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കല്ലെറിയുന്നവർക്ക് രക്തസാക്ഷി കുടുംബത്തിൻ്റെ വേദന അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും ഈ കവിതയിലൂടെ സുധാകരൻ പറയുന്നുണ്ട്. അതുപോലെയാണ് ഈ കവിതയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്. യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്നാണ് ഈ കവിതയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത്. ഈ കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ മന്ത്രി സജി ചെറിയാൻ മുമ്പ് ഭരണഘടനയ്ക്കെതിരെ പറഞ്ഞൊരു വാക്കാണ് ഈ കുന്തവും കുടച്ചക്രവും എന്നുള്ളത്. അപ്പോൾ ഈ പേര് തന്നെ ഈ കവിതയ്ക്ക് നൽകാനുണ്ടായ കാരണം, അതിന് മുന്നിലൊരു യുവത എന്ന് ചേർത്തിട്ടുണ്ടെങ്കിലും ഈ കുന്തവും കുടച്ചക്രവും എന്നുള്ള ഒരു പേര് തന്നെ ഈ കവിതയ്ക്ക് നൽകിയത് യാദൃച്ഛികമല്ല എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അതും ഒരു ഒളിയമ്പാവാനാണ് സാധ്യത ഈ സംസ്ഥാന കാലയളവിൽ. ശരി.